ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എങ്ങനെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് ഹൈഡ് ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങളിപ്പോൾ കുറേ ചാനൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനായിട്ട് ജസ്റ്റ് ക്രോം ഓപ്പൺ ചെയ്യുക, യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യുക. ഇനി യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് മേലത്തെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ലോഡായി വരുമായിരിക്കും. ഈ ലോഡായി വന്നതിന് ശേഷം നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് വേറെയാണ്, നമുക്ക് മറ്റേ അക്കൗണ്ടിലോട്ട് എടുക്കുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങളിന്ന് കാണുന്നത്. നിങ്ങൾക്കിത് ചെയ്യേണ്ടി വരില്ല. ഞാനൊന്ന് അക്കൗണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് പിന്നെ വീണ്ടും ഈ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യേണ്ട ആവശ്യം വന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു പേജിലോട്ട് വന്നിരിക്കുന്നത്. ഈ പേജിൻ്റെ ഏറ്റവും ഫസ്റ്റ് കാണുന്ന യൂട്യൂബ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഇത് വെച്ചാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതിൽ നിങ്ങൾ ക്രോം തന്നെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. ഇവിടെ മേലത്തെ 3 ഡോട്ട്സ് എടുത്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്. അതുകൊണ്ടാണ് അത് ഓഫ് ചെയ്യാൻ പറഞ്ഞത്. ഇനി നമ്മളതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ ലോഗോൻ്റെ മേലിൽ 3 ഡോട്ട്സ് ഇട്ട് ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ചാനലിലോട്ട് പോവുക. ഇതിന്ന് തന്നെ ഞാനതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം മൊബൈൽ സൈറ്റായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ക്രോം. വെയിറ്റ് ചെയ്യേണ്ടി വരും, എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റിൽ മേലെ ഭാഗത്തായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. അവിടേക്കൊന്ന് സൂം ചെയ്ത് വെക്കുക. പേജ് ഒന്ന് പിൻ ചെയ്തിട്ട് സൂം ചെയ്താൽ മതി. ഈ ലോഗോയിൽ 1-2 വട്ടം ക്ലിക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചെറിയ പാടുണ്ട്, എന്നാലും ഇതാണ് സിമ്പിൾ. നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതാണ്, ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്രിയേറ്റർ സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലെത്തും. ഇതിലും ഇടതുഭാഗത്ത് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് നിങ്ങളുടെ ചാനലൊക്കെ നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് സ്ലൈഡ് ചെയ്ത് വെക്കുക. ഒന്ന് സൂം ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. റൈറ്റ് സൈഡിൽ അങ്ങനെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ വരിക. എന്നിട്ട് ചാനലിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചാനലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ ചാനലിൻ്റെ താഴെ ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഒരു 3 ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 3-4 ഓപ്ഷൻസ് കാണാൻ കഴിയും. അതിൽ ഏറ്റവും താഴെയുള്ള അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു പേജിൽ എത്തിയിട്ടുണ്ടാവും. ആ പേജിൻ്റെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് കാണുന്ന ഡിസ്പ്ലേ ദ നമ്പർ ഓഫ് പീപ്പിൾ സബ്സ്ക്രൈബ്ഡ് ടു മൈ ചാനൽ, അതായത് സബ്സ്ക്രൈബ് ചെയ്തവരുടെ കൗണ്ട് കാണിക്കണം എന്നുള്ളതിൻ്റെ ഓപ്ഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതൊന്ന് മാറ്റിയിട്ട് ഡു നോട്ട് ഡിസ്പ്ലേ എന്നുള്ളതിലോട്ട് മാറ്റിയിടുക. എന്നിട്ട് താഴെ കാണുന്ന നീല കളറിലൊരു സേവ് ബട്ടൺ കാണാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഹൈഡായി ഉണ്ടാവും നിങ്ങളുടെ ചാനലിൽ. പേജൊന്ന് റീഫ്രഷ് ചെയ്ത് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് പഴയതുപോലെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെയ്യുക. ഇത്രയും പേജ് എടുക്കുക, താഴെ പോവുക, ആ ഡിസ്പ്ലേ നിലയിലോട്ട് മാറ്റിയിട്ടിട്ട് ഒന്ന് സേവ് കൊടുത്താൽ മാത്രം മതി. പഴയ പോലെ ആവുന്നതായിരിക്കും. അപ്പോൾ മച്ചന്മാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു കണ്ടന്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സി യു ഇൻ ബൈ ബൈ.